ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്കിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് RC200BS6. അപ്പോൾ ഈ വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ചാർജ് കയറുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ RR യൂണിറ്റ്, ബാറ്ററി ഇതൊക്കെ റീപ്ലേസ് ചെയ്താണ്, എന്നിട്ടും കയറണില്ല. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വണ്ടിയിൽ നിന്ന് ബാറ്ററിക്ക് ചാർജ് തീരെ കയറുന്നില്ല. തീരെ പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള RR യൂണിറ്റ് ചെക്ക് ചെയ്യാണ്. ഇത് RR യൂണിറ്റ് ഓൾറെഡി മാറ്റിയതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റാർട്ടർ കോയിലിൻ്റെ വയർ ഊരിയിട്ട് അതിന് വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടർ കോയിലിൻ്റെ വയർ ഊരിയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യുന്നത് മൾട്ടിമീറ്റർ AC വോൾട്ടേജിൽ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച പോലെ പ്രോബ് രണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്യാം. 3 ലെവലുണ്ട്, 1, 2. ഇപ്പോൾ 1, 2 ആണ്. അപ്പോൾ ഇതിൽ നേരെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടർ കോയിലിൻ്റെ പിന്ന് വരുന്നത് ഈ RR യൂണിറ്റിൻ്റെ ഇവിടെയാണ് പിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ വലിച്ചെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ 1, 2 എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇപ്പോൾ 0 ആണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കും. വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ട് മിനിമം ഒരു 20 വോൾട്ടെങ്കിലും ഐഡ്ലിങ്ങിൽ കിട്ടണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഇതാകെ 8 വോൾട്ട് മാത്രമേ കിട്ടണുള്ളൂ. അതായത് 2 ഇതിലുള്ളിൽ ഏതെങ്കിലും ഒരു കോയിൽ കംപ്ലയിൻറ്റ്. കോയിൽ പറഞ്ഞാൽ കുറേ ചിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ചിറ്റ് കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. അതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയായാലും കോയിൽ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. കാരണം അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ 10 വോൾട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടർ കോയിൽ റിമൂവ് ചെയ്യാണ്. അപ്പോൾ സ്റ്റാർട്ടർ കോയിൽ വരുന്ന എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടർ കോയിലിൻ്റെ ഈ സൈഡിലുള്ള ഈ ബോൾട്ടുകൾ മൊത്തം ഊരണം. അപ്പോൾ അത് ഊരാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മൾ അണ്ടർബെല്ലിൻ്റെ അടിയിൽ ഒരു ബോൾട്ട് വരും, സൈഡിലൊരു അല്ലെങ്കിൽ ബോൾട്ട് വരും. അത് റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടർ കോയിൽ സിമ്പിളായിട്ട് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ മാഗ്നറ്റ് കവർ ഊരിയിട്ടുണ്ട്. അപ്പോൾ അത് ഊരിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയത് സ്റ്റാർട്ടർ കോയിൽ കണ്ടോ, 2 എണ്ണം മാത്രം ഇവിടെ മാത്രം കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം കൊണ്ടാണ് ചാർജ് കയറാത്തത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഊരുക എന്നുള്ളത് നോക്കാം. ഇതിമ വരുന്നത് ആകെ 4 ബോൾട്ടാണ് വരുന്നത്. 4ൻ്റെ അല്ലെങ്കിൽ ബോൾട്ടും ഒരു 8ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നോർമലി കുറച്ച് ഹാർഡുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടാക്കാം. കാരണം ഇത് പെട്ടെന്ന് ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയ ത്രെഡാണ് ഓപ്പൺ വരിക, പിന്നെ നല്ല ടൈറ്റും ഉണ്ടാവും. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയുള്ള സാധനം വെച്ചിട്ട് ഊരുക. പിന്നെ നോർമലി ഞാൻ ചെയ്യുന്നത് ബോക്സ് ഉണ്ട്. പിന്നെ അടുത്തത് ടീ വെച്ചിട്ടാണ് ഈ 8ൻ്റെ ഇത് ഊരണത്. ഇത് വലിയ ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഇതങ്ങനെ ത്രെഡ് പോകുന്ന സാധനമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 8 കൊണ്ട് ഇത് ഊരിയെടുക്കാം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് മാറ്റുന്ന കോയിൽ. ഇത് നമ്മൾ ആദ്യം ഊരിയിട്ടുള്ള ഓൾഡ്. അപ്പോൾ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ല, ആകെ ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കോയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും, വേറെ സർവീസ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയത് സെറ്റ് ചെയ്യുമ്പോൾ ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെ ഒരു 4 ബോൾട്ട് വരുള്ളൂ. 3 ഇത് അല്ലെങ്കിൽ ബോൾട്ടും പിന്നെ ഒരു 8ൻ്റെ ബോൾട്ടും മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായി നല്ല ടൈറ്റിൽ വെക്കുക. കാരണം ഇത് ലൂസായി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാക്കിങ് വരും. ഈ പാക്കിങ് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ ഇത് മാഗ്നറ്റ് കവർ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ബോൾട്ട് കറക്റ്റ് ടൈറ്റിലാക്കുക. അതേപോലെ ഗ്യാസ്കറ്റ് എന്തെങ്കിലും കംപ്ലയിൻസോ ഉണ്ടോ കാര്യങ്ങളോ എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഇത് ലീക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് പിന്നാണ് നമ്മൾ RR യൂണിറ്റ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ചാർജ് കയറുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് വരുന്നത് 13.5
1 അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇത് കയറുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ കയറുന്നുണ്ട്, 14.4 കയറുന്നുണ്ട്. ആദ്യം ഫുള്ള് ഡെഡായി കിടന്നതാണ്, ഇപ്പോൾ കയറുന്നുണ്ട്. അത് മാക്സിമം ആണ് 14.45 ഒക്കെ കയറുന്നത്, അത് മാക്സിമം ആണ്. അതിൽ കൂടുതൽ കയറുന്നുണ്ടെങ്കിൽ ഓവർ വോൾട്ടാണ്. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ചില വണ്ടിയിൽ RR കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓവർ വോൾട്ടേജ് കയറും. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്.